ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഈ നാമത്തിന് മേലായ നാമമില്ല. പിതാവായ ദൈവം നമ്മളോട് എന്ത് സംസാരിക്കണം, നമ്മുടെ കൂടെ നമ്മൾ പിതാവിനോട് ചേർന്നിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മകനെ കൂടെ പറഞ്ഞ്, പിതാവിനെ അവനയച്ച മകനെ അറിയുക എന്ന് തന്നെ നിത്യജീവൻ. നമുക്കൊരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ പിതാവായ ദൈവത്തെ അറിയുക, യേശുവിനെ അറിയുക. യേശു എന്ന് പറഞ്ഞ വചനമാണ്. കഴിഞ്ഞ ദിവസം ഹെവൻലി ഫീസിലെ തോമസൂട്ടി ബ്രദർ പ്രയറിൽ പറഞ്ഞ പോലെ ആളത്വം ഉള്ളതാണ് വചനം എന്ന് പറഞ്ഞാൽ. എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കും. വചനത്തിന് ജീവനുണ്ട്, ആളത്വമുണ്ട്. അപ്പോൾ നമ്മളോർക്കും വചനം ഇത് ചുമ്മാ പേപ്പറിൽ എഴുതി ഇങ്ങനെ വചനമാണല്ലോ ബൈബിളിൽ. അല്ലട്ടോ, അതിന് ജീവനുണ്ട്, അത് ആളത്വമുണ്ട്, അത് എഴുന്നേറ്റ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. മിഖായേൽ 6:8 ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴായ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. താഴായ്മ അത് നമുക്ക് ഇങ്ങനെ വെറുതെ കിട്ടുമെന്ന് കേട്ടോ. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് സൗമ്യതയും താഴായ്മയും കരുണയും ദയ സ്നേഹവും ഒക്കെ ദൈവം നമ്മളെ അണിയിക്കണത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആഭരണം. വേറെ എന്താ ആഭരണം ഇട്ടിട്ടാണ് ആരും? നിങ്ങൾ ആ ചെസ്സ് കളി ശ്രദ്ധിച്ചാണോ? അതിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചെസ്സിൽ നമ്മുടെ ഗൂഗേഷിൻ്റെ കാര്യം. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അതുകൂടാണ്ട് നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്താൽ ഒരു സാരി പറഞ്ഞില്ലായിരുന്നോ? കന്നഡ വേണേ, എന്ത് പേര് അത് മറന്നുപോയായിരുന്നു കേട്ടോ. അത് മറന്നുപോയായിരുന്നു. എന്നും വീഡിയോ പിടിക്കാൻ വരുമ്പോൾ ഓർക്കും പേര് എഴുതിക്കൊണ്ട് വരില്ല, പിന്നെ മറന്നുപോയി, സോറി. അപ്പോൾ അതെ ഇതാട്ടോ ആ സാരി. നമ്മൾ ഈ സാരി സ്ലോമോ ജെ എലിസബത്ത്. അപ്പോൾ കൊച്ചിനെ മെസ്സേജ് അയച്ച് ഇത് അയച്ചു കൊടുക്കും. നല്ല കളറുള്ള സാരി. അപ്പോൾ ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേരെ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം കേട്ടോ. നമ്മൾ ഷെയർ ചെയ്തവരായാലും എടുത്തു നോക്കും. അവർ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഇൻസ്റ്റാ ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുന്നവരാണോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേരെ കേട്ടോ. അതുമല്ല, ഫോളോ ചെയ്യുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നേ. നമുക്ക് തുണി എടുത്താലും ഇല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ കിട്ടില്ലേ തുണീനെ പറ്റി. സ്വർണ്ണക്കടയുടെ കാണുമ്പോൾ സ്വർണ്ണത്തിനെ പറ്റി ഒരു അപ്ഡേഷൻ കിട്ടില്ലേ? വേണമെങ്കിൽ എടുത്താൽ മതി. എല്ലാത്തിനെ പറ്റി, ലോകത്ത് ചെരുപ്പാക്കി ചെരുപ്പിനെ പറ്റി, എല്ലാത്തിനെ പറ്റി ഒരു അപ്ഡേഷൻ എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ലോകത്തൊരു ബോധമില്ലാത്തവരായിട്ട് നമ്മളെല്ലാവരും കരുതും. ഓൺലൈൻ വന്നപ്പോൾ നമുക്കൊരു കടയിലും പോകണ്ട. എപ്പോഴും ഇത് 2-3 പ്രാവശ്യം ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് അപ്ഡേഷൻ വരും ഓരോ സംഭവത്തിനെ പറ്റി. അപ്പോൾ പിന്നെ നിങ്ങൾ ഇത് കൂട്ടി വെബ്സൈറ്റിൽ നിന്ന് എടുക്കട്ടെ. നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണതിന് മുമ്പ് വെബ്സൈറ്റിലെല്ലാം ഇടും. നിങ്ങൾ വെബ്സൈറ്റ് കൂടെ നോക്കിക്കോ. പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ. അല്ലെങ്കിൽ 4 ഓൺലൈൻ നമ്പറിലും എല്ലാം വിളിച്ചാൽ കിട്ടും കേട്ടോ. അവർ നിങ്ങൾക്ക് വേണ്ടി സജ്ജരായിട്ടിരിക്കുക. പിന്നെ നിങ്ങൾ സ്കീമിൽ കൂടാൻ മറക്കരുത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി പ്രയോജനമുണ്ട് കേട്ടോ. അതാട്ടെ എല്ലാ വീഡിയോയിലും പറയണേ. സ്കീമിൽ സ്വർണ്ണം എടുക്കാൻ വന്നപ്പോൾ ഞാൻ എന്തോ ഒരു മുണ്ടക്കയം അങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമാട്ടോ കാണുമ്പോൾ. അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ പറയണ കേട്ട് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് ഈ സ്കീമിൽ കൂടിയത്. അതിൽ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്കീമിനെ കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. അടിപൊളിയാട്ടോ. എന്നാലും മെറ്റൽ, ഈവൻ അലുമിനിയം വരെ വില കൂടുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴത്തേട്ട് പോകില്ല. അപ്പോൾ നമുക്ക് വില കൂടിയപ്പോൾ എൻ്റെ ഫ്രണ്ട് 73,000 മുടക്കിയോളൂ 11 മാസം കൊണ്ട് 1 lakh രൂപയുടെ സ്വർണം തന്നെ കിട്ടി. അതുകൂടാണ്ട് എന്തോരം ബെനിഫിറ്റാണ്. മേക്കിംഗ് ചാർജിൽ ഓഫർ കേരള ഐറ്റത്തിന് 50%, ലൈറ്റ് വെയ്റ്റിന് 10% ഡിസ്കൗണ്ടാണ്. അപ്പോൾ അത്രയും ഓഫറും ഈ സ്കീമിൽ കൂടുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ സ്കീമിൽ കൂടെ ഒരിക്കലും 3-1 ഇരട്ടിക്കില്ല എന്തിലിട്ടാൽ പോലും. അത്രയും കഴിഞ്ഞ വർഷം. ഈ വർഷം സ്വർണ്ണത്തിന് എങ്ങനെയാണ് വില കയറുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നെയാലും കയറും. അപ്പോൾ എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെനിക്ക് കളർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മൽക്കോട്ടൻ്റെ ആട്ടോ. അതേ സൂപ്പർ ഒരു മിറർ വർക്ക് യോക്കിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഇല്ല കേട്ടോ. പിന്നെ നല്ല സൂപ്പർ തുണി. ഇതേ എന്ത് രസമായി കളർ. പിന്നെ ഈ കോട്ടണിൽ ഈ കളർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. അങ്ങനെ ഗ്ലോ ഒന്നും വരില്ല കോട്ടണിൽ ഈ കളർ ഇങ്ങനെ ഇടുമ്പോൾ. ബോട്ടം ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ട് പടികയാണ്. പാരൽ ബോട്ടാണ്. ടോപ്പ് നല്ല ഇറക്കമുണ്ട്. സൈഡ് ഓപ്പൺ ആണ്. ലൈനിങ് ഇല്ല. മൽക്കോട്ടൻ്റെ ആണ്. 1499 ആട്ടോ.
നല്ല സൂപ്പർ കുർത്തയാട്ടോ. മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. എടുത്തോ. ഈ കളറൊക്കെ ഇങ്ങനെ എനിക്ക് കിട്ടാവുന്നതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തീരും. അടുത്ത കളർ അതിലും സൂപ്പർ. 2 കളർ സൂപ്പറാണ് ഇതിൻ്റെ. നല്ല സുഖം. മൽക്കോട്ടൺ അല്ലേ, നല്ല സുഖവും. ഇപ്പം എല്ലാവരും ഇപ്പം ഈ പണ്ട് ഇപ്പം ഈ പൗലോന് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. ഭയങ്കര ബ്രാൻഡഡ്, ഇങ്ങനെ കുഞ്ഞൊക്കെ ഞെട്ടിപ്പോയി. ഭയങ്കര വിലയായിരിക്കുമല്ലോ, അത്രയും ബ്രാൻഡഡാണ്. കുറേ ഡ്രസ്സ് കൊടുത്തു, ഭയങ്കര സോഫ്റ്റ്. പക്ഷെ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഒരു ഡസ്റ്റി ചാട്ടാണ്. പക്ഷേ അത് ഭയങ്കര കംഫോർട്ട്, ഇടുമ്പോഴൊക്കെ ഭയങ്കര സൂപ്പർ സുഖമൊക്കെ ആയിട്ട്. അപ്പം ഇത് ഇങ്ങനെ മൽക്കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ ഇടുമ്പോൾ കംഫോർട്ട്. ഇപ്പം എല്ലാവരും അങ്ങനെയാണ് യൂസ് ചെയ്യണതെല്ലാം. അപ്പോൾ നല്ല സംഭവം. പെട്ടെന്ന് എടുത്തോ. 1499 ഉള്ളൂ. ഇത് മൽക്കോട്ടൻ്റെ ആട്ടോ. കൈക്ക് ലൈനിങ് ഇല്ല. നല്ലൊരു പാറ്റേണിൽ തയ്ച്ചേക്കണേ ആട്ടോ. ഹാൻഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റണ്ണിങ് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേണേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആട്ടോ. അത്യാവശ്യം നമുക്കൊരു പരിപാടിക്കൊക്കെ ഇടാം. ടോപ്പും ബോട്ടോ ഉള്ളൂ. ടോപ്പും ബോട്ടോ ഉള്ളൂ കേട്ടോ. എത്രയാ? 1699 ആട്ടോ വില. മീഡിയം തൊട്ട് XXL വരെ. കുറേ ഫ്ലോറൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് 1699. ബാക്ക് ഇങ്ങനെയാട്ടോ. ബാക്ക് എലയിലാണ്. ഫ്രണ്ടിൽ ഇവിടെ മാത്രമാണ്. ഇതുപോലെ എല്ലാവരും ഓർക്കും ഇതിടുമ്പോൾ വണ്ണം തോന്നിക്കുന്നു. വണ്ണം കുറവാണ് തോന്നിക്കണേ. ഇപ്പം പണ്ടത്തെ പോലെ എൻ്റെ ഇപ്പം ചുരിദാർ പോലെ ഇങ്ങനെ ഒതുക്കി ടൈറ്റ് ഫിറ്റൊക്കെ മാറിയില്ല. ഇപ്പം ജീൻസിൻ്റെ ടോപ്പായാൽ പോലും ഭയങ്കര ലൂസ്, ബലൂണിൻ്റെ ഇപ്പോൾ ഭയങ്കര ലൂസ്, ഇങ്ങനെയല്ലേ എല്ലാവരും ഇടണേ. $1099 നല്ലതാട്ടോ. യോക്കിൽ ഇങ്ങനെ വർക്ക്, ലൈനിങ് ടോപ്പിനുണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല. സൈഡ് ഓപ്പൺ. യോക്കിൽ ഇങ്ങനെ ഇങ്ങനെ ബോക്സ് പോലെ ഇതും വെച്ച് പ്യുവർ കോട്ടൻ്റെ ബോട്ടവും ചുറ്റും മീഡിയം തൊട്ട് XXL വരെ. ഏതാന്ന് ചോദിച്ചേരെ. അപ്പോൾ അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തു. എനിക്കെപ്പോഴും എംബ്രോയ്ഡറിയുടെ വലിയ ഇഷ്ടമാട്ടോ. ഇത് മൽക്കോട്ടൻ്റെ ആട്ടോ. ലൈൻ ആട്ടോ. സ്ലിറ്റ് ഇല്ല. ഇങ്ങനെ ഒരു നല്ലൊരു ചുങ്കിടി ഡിസൈനും നല്ല രസമുണ്ട്. ഫുള്ള് ഇവിടെ എംബ്രോയ്ഡറി. നല്ലൊരു പാറ്റേൺ കേട്ടോ. ലൈനിങ് ഇല്ല കേട്ടോ. ഒന്നിനും ഇങ്ങനത്തേനൊന്നും ലൈനിങ് ഇല്ല. ബോട്ട് ചെയ്ത് അടിപൊളിയാട്ടോ. 1599. മീഡിയം തൊട്ട് XXL. ഇതിൻ്റെ കൈക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കൈ ഇങ്ങനെ ഇവിടെയൊക്കെ ഇത് കൊടുത്തിട്ട് കൈ ഇങ്ങനെ കൊടുത്തേക്കണേ അവർ. അടിപൊളി, നല്ല സെറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ പൈപ്പിങ് വേണമെങ്കിൽ തയ്ച്ചു കളഞ്ഞാൽ മതി. പക്ഷേ ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊരു പാറ്റേണൊക്കെ വ്യത്യാസമുള്ളത് ഇങ്ങനെ നല്ലതല്ലേ. നല്ല ഷോളും ഇങ്ങനെ നല്ല സുഖം ഇത് പിടിച്ചിട്ട് തന്നെ. അതിൻ്റെ 2 ഷെയ്ഡുണ്ട് കേട്ടോ. അടിപൊളി സെറ്റൊക്കെ ആട്ടോ. മീഡിയം തൊട്ട് XXL വരെ അല്ലേ. ഷോള് അടിപൊളിയാട്ടോ. അടിപൊളി. ഇനി ചില ഷോള് കാണാവേ. കട്ട് വർക്കിൻ്റെ ഒരു ഷോള്. ഒരു ടിഷ്യൂ ലുക്കും ഉണ്ട്. നല്ല രസമുള്ളൊരു കട്ട് വർക്കിൻ്റെ ഒരു ടിഷ്യൂ ജോർജറ്റ് പോലെ. ജോർജറ്റാണോ? ജോർജറ്റല്ല അല്ലേ. ടിഷ്യൂ ക്രഷ്ഡ് സിൽക്ക്. കട്ട് വർക്കിൻ്റെ അതിലൊക്കെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷോൾ കേട്ടോ. എത്ര? 650 രൂപ. ഗോൾഡൻ ടോപ്പും ബോട്ടും ഒക്കെ ആണെങ്കിൽ ഈ ഷോൾട്ട് അത് ഭയങ്കര ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ ഈ കളറ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ടോപ്പും ബോട്ടും ഒക്കെ ആണെങ്കിൽ 650 ആട്ടോ. നല്ല ഷോളാണ്. അറ്റമൊക്കെ മൊത്തം സ്കാലപ്പൊക്കെ ചെയ്ത് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചുറ്റും എംബ്രോയ്ഡറി അല്ലേ.
450. എല്ലാ കളറും ഉണ്ട്. അത് യെല്ലോ, ഇത് ഗ്രീൻ, ചെറുപയർ വെച്ച നമ്മുടെ, ഇത് പീച്ച്, കുറേ കളേഴ്സ്. അടിപൊളി സെറ്റുകളാട്ടോ, ഒത്തിരി നല്ല കുർത്തകളാണ്. എല്ലായിടത്തും ബേജ് കളർ 650 രൂപ. ഇതിന് എന്ത് രസമുള്ള കളറാണ്. ഇതൊക്കെ സൂപ്പറാട്ടോ. നമുക്കൊരു അത്യാവശ്യം ഫങ്ഷൻ ഇടാൻ പറ്റിയതാട്ടോ. ഞാൻ സൈഡ് ചെരിഞ്ഞ് ഇലയും നല്ല ഇതിനോട് പാനൽ കട്ടിങ് ആട്ടോ. ഇത് പാനൽ കട്ടിങ്ങിൻ്റെ അടിപൊളി. ഇവിടെ ഇവിടെ ബാക്കിലില്ലേ ഒരിടത്തോളം ചുമ്മാ ഇട്ടേക്കണം. ആ ആ ഓ 2 ഉണ്ട്. ഞാൻ ഒരെണ്ണം കണ്ടുള്ളൂ. ആ ചുമ്മാ ഇങ്ങനെ ഒരു ഷോയ്ക്ക് ഇട്ടേക്കണതാ. നല്ല രസമുള്ള ഫങ്ഷന് പിള്ളേർക്ക് മൽക്കോട്ടന് ഇതൊക്കെ ഇവിടെയൊക്കെ യോക്കിലൊക്കെ വർക്കുണ്ടല്ലോ. ഫങ്ഷൻ വെയറിന് സൂപ്പറാണ്. ബോട്ടും എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടം. റാണി പിങ്ക് അല്ലേ? ലാർജ് തൊട്ട് XXL വരെ 1599 ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ലതൊരു ഫങ്ഷൻ ഇടാൻ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി സംഭവമാണ്. ഫങ്ഷൻ വെയറിനായാലും സൂപ്പറാണ്. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല രസമുള്ള 1599. ഇത് കുറേ ഇത് നമ്മൾ കാണിച്ചതാണല്ലോ, കാണിച്ചാറുണ്ട്. റീസ്റ്റോക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ 2 കളറുണ്ടല്ലേ? ഇത് സൈസ് ഏതൊക്കെയാണ്? മീഡിയം തൊട്ട് XXL വരെ 499 കേട്ടോ. 499. കൈക്ക് ലൈനിങ് ഇല്ല, ടോപ്പിന് ലൈനിങ്ങും ഉണ്ട്, സൈഡ് ഓപ്പണുമാണ്. 499. ഇത് സൂപ്പറാട്ടോ. ഇത് കഴിഞ്ഞ തവണ കാണിച്ചപ്പോൾ എത്രയായിരുന്നു? 550-650. 499 ഉള്ളൂ കേട്ടോ. അടിപൊളി സംഭവമാണ്. അതിൻ്റെ ലൈലാക്കും മീഡിയം തൊട്ട് XXL വരെ അല്ലേ? മീഡിയം തൊട്ട് XXL വരെ. ഇതും നമ്മൾ പാനൽ കട്ടിങ് നമ്മൾ നേരത്തെ കാണിച്ചതാട്ടോ. റയോൺ മെറ്റീരിയലിലെ മീഡിയം തൊട്ട് XXL. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാൻറ് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. ടോപ്പ് തന്നെയായിട്ട് ഈ ഫ്രോക്ക് പോലെ ഇത് ഇങ്ങോട്ട് നോക്കിക്കേ. റയോൺ ഭയങ്കര. ഇതിൻ്റെ ഈ കളറൊക്കെ നമ്മൾ റീസ്റ്റോക്ക് അടിച്ചതല്ലേ? ഇതിൻ്റെ 3-4 കളറാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അതിൽ ഏറ്റവും മൂവിങ് ഉള്ള കളർ റീസ്റ്റോക്ക് അടിച്ചാട്ടോ കുറേ ഇത്. അപ്പോൾ അതിൽ വന്ന കെട്ടാട്ടോ. ഇത് എത്രയാണ്? ഇത് 899 ആയിരുന്നു ആദ്യം. കുറേ ബാക്കിയുണ്ട്. അത് കാരണം നിങ്ങൾക്ക് കോള 799. കുറേ എന്ന് പറഞ്ഞാൽ 2 കെട്ട് കാണുമായിരിക്കും. അതിപ്പോൾ എന്തോരം പേർക്കുണ്ട്. XXL ആകെ 2 ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ തുണിയും കണ്ടോ, ഭയങ്കര നല്ല തുണി കേട്ടോ. ഇത് കണ്ടോ, പാനൽ കട്ടിങ് ഇങ്ങനെ എന്തോരം കട്ട് ചെയ്താൽ. ഇതിൻ്റെ തയ്യക്കൂലി 750 കൊടുത്താലാട്ടോ ഇങ്ങനെ ഒരു ടോപ്പൊക്കെ അടിച്ച് കിട്ടുള്ളൂ. ഇത്രയും പീസ് അതേ ബാക്കിയുണ്ടോ? പീസ് എന്ന് നോക്കി. ഇത് നമ്മുടെ ഈ ഷോളാട്ടോ, ബ്രാസ്. അതിൽ മിറർ വർക്കും ഉണ്ട്. 599. ഫ്രൈ ഷോൾ വന്നിട്ടുണ്ട് 599. പെട്ടെന്ന് എടുത്തോട്ടോ. ഇതും നമുക്ക് റീസ്റ്റോക്ക് വന്നതിൽ കൂടുതൽ വന്ന ആട്ടോ. ഇത് ഒരു വില കുറഞ്ഞ സംഭവമല്ലായിരുന്നോ? 550 ആയിരുന്നു. ഇത് 499 കേട്ടോ. ടോപ്പ് ലൈനിങ് ഉണ്ട്.
ഈ കളർ മാത്രം നമ്മൾ കൂടുതൽ റീസ്റ്റോക്ക് കൊടുത്തത്. നല്ലൊരു രസമുള്ള കളറിലായിരുന്നു, മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ. അപ്പോൾ അവർ റീസ്റ്റോക്ക് കൊടുക്കുമ്പോൾ ഒന്നിനും വെളിവില്ല. എത്ര കെട്ട് പറഞ്ഞോ എന്ന് പറയും. ഞാനൊന്ന് കേട്ട് കുറേ കിട്ടൂല, അപ്പോൾ കുറച്ച് ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ കിട്ടും. 499. അപ്പോൾ ഇന്ന് കോട്ട ഇതിനി നമ്മൾ റീസ്റ്റോക്ക് അടിച്ചേക്കണേ കേട്ടോ. ഇതിൻ്റെ വാലും തന്നെ എവിടെയാ നല്ല രസമാണ്. ഈ ഉള്ളിൽ എന്തേലും ഇട്ടിട്ട് ഇന്നർ എന്തേലും ഇട്ടിട്ട് ഇത് കഫ്താൻ മോഡലല്ലേ? കഫ്താൻ മോഡലാട്ടോ. ഇത് 799. ഇത് കഫ്താൻ മോഡൽ, അതിൻ്റെ അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ കോട്ട് പോലത്തെ ഉണ്ട്. 799 ഫ്രീ സൈസ് ആട്ടോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ ചാടിയെടുക്കുക. പിന്നെ ചെസ്സിൻ്റെ കളിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അത് ആ ഗൂഗേഷില്ലേ നമുക്ക് ഇന്ത്യയിലെ ചെസ്സ്, ഇതിനെയൊക്കെ ഞാൻ ഫോളോ ചെയ്യും. എനിക്ക് വലിയ ഇങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരെ ഫോളോ ചെയ്യണ ഇഷ്ടമാണ്, അവരുടെ കഴിവൊക്കെ. അപ്പോൾ ആ കൊച്ച് ജയിച്ച് കഴിഞ്ഞപ്പോൾ മാഗ്നസ് എന്നല്ലേ ലോക ചാമ്പ്യൻ, ഇങ്ങനെ തട്ടിയിട്ട് പോയപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരപ്പടി ഇന്ത്യയിലെ കൊച്ചിനെ നോക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണു. അപ്പോൾ അത് ചെസ്സെല്ലാം പുള്ളി പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ തട്ടിയിട്ട് പുള്ളി അങ്ങ് എഴുന്നേറ്റപ്പേ പെട്ടെന്ന് പേടിച്ച് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പുള്ളി തിരിഞ്ഞു നിന്നപ്പോൾ ആ മാഗ്നസ് പുറത്തൊന്ന് തട്ടിയിട്ടങ്ങ് പോയി. പക്ഷേ ഇങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ത്യൻ സംസ്കാരം. പുള്ളി ഗൂഗേഷ് തിരിച്ചു വന്ന് ചെസ്സെല്ലാം അടുക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഗൂഗേഷിനെ കണ്ടുപിടിക്കുക ഫോറിൻകാർ അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വലിയ ഇങ്ങനെ ഇതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഗൂഗേഷിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ ചോദിച്ചു മാഗ്നസ് ഇത്. അപ്പം ഗൂഗേഷ് പറഞ്ഞ മറുപടിയാണ് കേട്ടോ, ഇന്ത്യക്കാർ അങ്ങനെയാണ് സംസ്കാരം ഉണ്ടായത്. പുള്ളി പറയും ഞാനും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പുള്ളി അതിനെപ്പറ്റിയല്ല വിമർശിച്ച, പുള്ളി ചെയ്യാറുണ്ടെന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ തട്ടിയേക്കണ വീഡിയോ അതിലിട്ടു. ഒന്ന് ഓർത്ത് നോക്കാൻ. അപ്പോൾ അതിലല്ലേ ഇന്ത്യൻ സംസ്കാരം. അപ്പോൾ അതാണ് ഇന്ത്യൻ സംസ്കാരം. അപ്പോൾ എനിക്ക് തോന്നി അതാണ് ഇന്ത്യൻ സംസ്കാരം. അതെന്തുമാത്രം താണു. അല്ല ആ മാഗ്നസ് അങ്ങനെ ചെയ്തത് മോശമായി, ഇതൊന്നും മിണ്ടാണ്ടിരുന്നെങ്കിൽ അതല്ലല്ലോ പുള്ളി. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ ടെൻഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അതാണ്. മറ്റുള്ളവരുടെ ക്വാളിറ്റി മനസ്സിലാക്കുക, മറ്റുള്ളവരെ താത്തുകയല്ല, മറ്റുള്ളവരെ ഉയർത്തി മാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. അതാട്ടെ ഇന്ത്യൻ സംസ്കാരം. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ശരി, എന്താ അപ്പോൾ പെട്ടെന്ന് പോയി വെബ്സൈറ്റിലെല്ലാം എടുത്തോ. അതുകൂടാണ്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ പിള്ളേരെ വിളിക്കുക, എല്ലാം പെട്ടെന്ന് എടുക്കട്ടോ. അപ്പോൾ വീഡിയോ സ്കീം കൂടാൻ കാരണം കാര്യം മറക്കരുത് കേട്ടോ. എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.